നമ്മൾ ഈ ഗേൾസ് പണ്ട് തൊട്ട് കേൾക്കുന്ന സ്ഥിരം കുറച്ച് ഡയലോഗ് ഉണ്ട്. നമുക്ക് ഇഷ്ടവും കംഫർട്ടബിൾ ആയിട്ട് ഒരു ഡ്രസ്സ് ഇടണമെങ്കിലോ, അല്ലെങ്കിൽ ബോയ്സും ഗേൾസും ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു ട്രിപ്പിന് പോകണമെങ്കിലോ, എന്തിന് രാത്രി സമയത്ത് തട്ടുകടയിൽ പോയി ചായ കുടിക്കണം എന്ന് തോന്നിയാൽ പോലും നമ്മളോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്: നീ ഇതൊക്കെ ആഫ്റ്റർ മാരേജ്, കല്യാണം കഴിഞ്ഞിട്ട് അവന്റെ കൂടെ ചെയ്തു എന്നുള്ളത്. ഇതിന്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ പാരന്റ്സിന് നമ്മളെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടായിരിക്കില്ല. നമ്മൾ ഇതൊക്കെ ചെയ്തു കഴിയുമ്പോൾ മറ്റുള്ളവർ കണ്ട എന്ത് വിചാരിക്കും, അവർ നമ്മളൊരു മോശമായിട്ട് കാണോ എന്നുള്ള ഒറ്റ പേടി കൊണ്ടാണ് കേട്ടോ. ആൻഡ് നമ്മൾ കല്യാണം കഴിക്കുന്ന ആൾക്കാർ നമ്മൾ ഇതിനൊക്കെ വിടണം എന്നുള്ളതിൽ ഒരൊറപ്പുമില്ല. നമ്മുടെ പാർട്ട്നേഴ്സ് എങ്ങനെയാണെന്ന് നമുക്ക് ഒരിക്കലും പ്രൊഡിക്ട് ചെയ്യാനും പറ്റില്ല. ഇനി ലവ് മാരേജ് ചെയ്യാന്ന് വെച്ചാൽ അതിലും ആൾക്കാർ കുറ്റം കണ്ടുപിടിക്കും. അവള് പ്രേമിച്ച് നടന്ന് കല്യാണം കഴിച്ചു എന്ന് പറയും. ഇനി അഥവാ ലവ് മാരേജ് സക്സസ് ആയാൽ തന്നെ ഈ ലവ് ചെയ്യുമ്പോൾ ഉണ്ടായ ആൾക്കാർ മാറില്ല എന്നുള്ളതിലും ഒരു ഗ്യാരണ്ടിയും ഇല്ല. മനുഷ്യരാണ്, മാറും മറക്കും. ഇതൊക്കെ പോട്ടെ, നമ്മൾ ഈ നാട്ടുകാരെ പിടിച്ച് അവരെ ബോധിപ്പിച്ച് അവർക്ക് ഇഷ്ടമുള്ള പോലെ പുറത്തൊന്നും അധികം പോവാതെ നല്ല അടക്കം ഒതുക്കുള്ള കുട്ടിയായി ജീവിച്ചു എന്ന് തന്നെ വിചാരിക്കാം. അവസാനം ഈ നാട്ടുകാർ നമുക്ക് എന്തെങ്കിലും വാങ്ങിത്തരൂ? അതും ഇല്ല. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ള പോലെ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിന് ഒരു മീനിങ്ങും ഇല്ലാണ്ടാവും. കുറെ കാലം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഈ നാട്ടുകാരെ ബോധിപ്പിച്ച് ജീവിച്ചൊക്കെ വെറുതെ ആയി പോകും നമുക്ക് തന്നെ തോന്നി തുടങ്ങും. നാട്ടുകാരുടെ മെന്റാലിറ്റി നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റില്ല, പക്ഷെ നമ്മളുടെ മെന്റാലിറ്റി നമുക്ക് മാറ്റാൻ പറ്റും.